ഇതിനിടെ കൈനഗിരി സ്വദേശി അഞ്ജലിക്ക് ജീവൻ തിരികെ കിട്ടിയത് എന്തോ ഒരു വലിയ മഹാഭാഗ്യം കൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ. ശസ്ത്രക്രിയക്കിടെയാണ് ശ്വാസം കിട്ടാതായി 10 ദിവസത്തോളം ഈ കുട്ടി അവിടെ ICUവിൽ കാർഡിയാക് ICUവിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ശരണ്യ സ്നേഹജുമായി അഞ്ജലിയും ഭർത്താവും സംസാരിച്ചു. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായ WNC സംബന്ധിച്ച് ഗുരുതരമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കായി എത്തിയ പെൺകുട്ടി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തൊരു കുടുംബമാണ് നമ്മളോടിപ്പം ഇന്ന് ചേരുന്നത്. പേരൊന്ന് പറയോ? എൻ്റെ പേര് പ്രമോദ്. എന്തായിരുന്നു ഭാര്യയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? സിസേറിയൻ, അതായത് ഫസ്റ്റ് രാവിലെ ഞങ്ങളെ കൊണ്ടുപോയി സിസേറിയൻ കഴിഞ്ഞെന്നാണ് ഒരു 10:02 ഞങ്ങൾക്ക് വന്നു. കൊച്ചിനെ എന്നെ കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വൈഫിനെ കാണിച്ചിട്ടില്ലായിരുന്നു എന്നെ. വൈഫിനെ അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ടെസ്റ്റിന് എഴുതി തന്നവർ. അപ്പോഴും നമ്മളെ കാണുന്നില്ല. എഴുതി തരികയും ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ഞങ്ങളിതിൻ്റെ റിസൾട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ 10 മണിക്ക് ശേഷവും ഡെലിവറി കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല? ഇല്ല. എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് അനസ്തേഷ്യ ഡോക്ടറും സിസേറിയൻ ചെയ്ത ഡോക്ടറും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ, ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര ഇങ്ങനെ കാണിക്കുന്നു, ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ജനറ്റിക്കായിട്ട് യാതൊരു പ്രശ്നമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്, യാതൊരു പ്രശ്നമില്ലാതാണ് പോയത്, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ പിന്നീട് എൻ്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞില്ല. ഇതെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് നേരെ ICUയിലോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞ് ഒരു 6, 6:30, 7 മണിയായപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു കാർഡിയാക് ഡോക്ടറിനെ കാണാൻ പറയുന്നു, ആനവാദിൻ്റെ അടുത്ത്. പേര് മോഹനൻ ഡോക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം നോക്കിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ചില പെണ്ണുങ്ങൾക്കുണ്ടാകുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഡോക്ടർ, ഈ സിസേറിയൻ ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിൽ വരികയും വണ്ടാനത്തോട്ട് കൊണ്ടുപോകുന്നു നോക്കിയോ, അതായിരിക്കും അവിടെ ഇത്തിരി കൂടി നല്ലതാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ഷേപമുണ്ടായ ആ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ. അനസ്തേഷ്യയാണ് പ്രശ്നമെന്ന് നിങ്ങളും സംശയിക്കുന്നു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അതുവരെ ഒരു കുഴപ്പമില്ലാഞ്ഞൊരു കുട്ടിക്ക് പിന്നെ മേടിച്ചെന്ന അനസ്തേഷ്യ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. ശ്വാസം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെ ഭാഗത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റ് ആളുകളോട് അവർ ഇതിനെയൊക്കെ വെറും ലാഘവത്തോടെ കാണുക. എല്ലാ ദിവസവും കാണുന്ന റെഗുലർ റൊട്ടീൻ പോണേ എനിക്ക് തോന്നിയത്. അവരിത് കണ്ട് ശീലിച്ച് ഇത് നേരെ വണ്ടാനത്തോട്ട് വിടുന്നു. ഇതുപോലെ തന്നെ ഞാൻ അവിടെ വണ്ടാനത്ത് 10 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് WNC എന്ന് വന്ന കേസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു 10 എണ്ണം പിന്നെ വന്നിട്ടുണ്ടാവും. ഈ അലംഭാവം അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ചു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അവർ 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. എങ്കിൽ അവർ വീണ്ടും ശ്രദ്ധ കാണിക്കല്ലേ വേണ്ടത്. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു പ്രസ്ഥാനത്തെ ചീത്തയാക്കാൻ വളരെ കുറച്ച് സമയം മതി. ഇത്ര ആൾക്കാർ വിശ്വസിച്ച് അവിടെ ചെല്ലുന്നേ, അവർക്ക് അതിൻ്റെ ആയിട്ട് യാതൊരുവിധ ഒരു എന്താ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത പോലെ അവർ ബിഹേവ് ചെയ്യുന്നത് തന്നെ. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ഇട്ടതിനെ സംബന്ധിച്ചൊക്കെ വൈഫ് പറയുന്നത് അത് വളരെ മോശമായിട്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു 7 സ്റ്റിച്ചൊക്കെയാണ് നോർമലി ഇടേണ്ടത്. 3-4 ഇട്ടിട്ടുള്ളൂ. അതുമല്ല നല്ലോണം അല്ലിട്ടിരിക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്കത്, ഇങ്ങനെ തുറന്നിരിക്കുന്നത്.